ഫ്രാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പൊട്ടിപ്പുറപ്പെടുക എന്നാണ്. യൂഫ്രട്ടീസ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഫ്രാത്ത് അഥവാ യൂഫ്രട്ടീസ്. പഴയ നിയമത്തിൽ ഇതിനെ നദി അഥവാ ഹന്നാഹാർ എന്നും മഹാനദി എന്നും വിളിച്ചു കാണുന്നു. സംഖ്യാപുസ്തകം 22:5, ആവർത്തനം 11:24, യോശുവ 1:4, 24:3, 14. അർമീനിയ മലകളിൽ നിന്നുത്ഭവിച്ച് അസീറിയ, സിറിയ, മെസപ്പൊട്ടോമിയ, ബാബിലോൺ നഗരം എന്നിവിടങ്ങളിലൂടെ ഒഴുകി പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കുന്നു. നദിയുടെ നീളം ഏതാണ്ട് 2865 കിലോമീറ്ററാണ്. ഇറാഖിൻ്റെ മുഴുവൻ നീളവും നെടുകെ ഒഴുകി ബസ്രയ്ക്ക് സമീപം വെച്ച് ടൈഗ്രീസിനോട് ചേരുന്നു. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ സംഗമ സ്ഥലത്തിന് ഗിർണ എന്നാണ് പേര്. ഗിർണ മുതൽ ഗൾഫ് വരെയുള്ള നദീഭാഗത്തെ ഇറാഖുകാർ ഷത്ത് അൽ അറബ് എന്ന് വിളിക്കുന്നു. ലോകത്തിൽ ഏറ്റവുമധികം ഈന്തപ്പന വളരുന്ന പ്രദേശമാണ് ഷത്ത് അൽ അറബ്. സമുദ്രമുഖത്ത് നിന്ന് 1920 കിലോമീറ്റർ വരെ ചെറു കപ്പലുകൾക്ക് സഞ്ചരിക്കാം. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ മഞ്ഞുരുകി നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നു. ഏദൻ തോട്ടത്തിൽ നിന്നുത്ഭവിച്ച നദിയുടെ 4 ശാഖകളിൽ ഒന്നാണ് ഫ്രാത്ത് അഥവാ യൂഫ്രട്ടീസ്. ഉൽപ്പത്തി 2:14. ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്യപ്പെട്ട പ്രദേശത്തിൻ്റെ വടക്കേ അതിര് ഫ്രാത്ത് നദിയായിരുന്നു. ഉൽപ്പത്തി 15:18, ആവർത്തനം 1:7, 11:24, യോശുവ 1:4. രാജവാഴ്ചയുടെ ഉച്ചഘട്ടത്തിൽ ദാവീദിൻ്റെയും ശലോമോൻ്റെയും കാലം ഇസ്രായേൽ ഫ്രാത്ത് നദി വരെ എത്തിയിരുന്നു. 2 ശമൂവേൽ 8:3, 10:16, 1 രാജാക്കന്മാർ 4:24. അബ്രഹാമിൻ്റെ ജന്മദേശമായ ഊർ ലോവർ യൂഫ്രട്ടീസിൻ്റെ തീരത്താണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലുള്ള നാടാണ് മെസപ്പൊട്ടോമിയ. നദികൾക്കിടയിൽ എന്നത്രേ ഈ പേരിനും അർത്ഥം. വെളിപ്പാട് പുസ്തകത്തിൽ യൂഫ്രാത്തേസ് നദി എന്ന് പറഞ്ഞിട്ടുണ്ട്. 6ാമത്തെ ദൂതൻ ഊതിയപ്പോൾ യൂഫ്രാത്തേസ് നദീതീരത്ത് ബന്ധിച്ചിരുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിട്ടു. വെളിപ്പാട് പുസ്തകം 9-ാം 13-14 വാക്യങ്ങൾ. 6ാമത്തെ ദൂതൻ കലശമൊഴിച്ചപ്പോൾ യൂഫ്രാത്തേസ് നദിയിലെ വെള്ളം വറ്റിപ്പോയി.